നമസ്കാരം. നാടകീയമായ രംഗങ്ങളായിരുന്നു തിരുവനന്തപുരത്തെ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ ഓഫീസിൽ അരങ്ങേറിയത്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ കേസിൽ നിർണായകമായ ചില തെളിവുകൾ തേടി ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം എഡിജിപി ഓഫീസിൽ ഒരു മിന്നൽ പരിശോധന നടത്തിയിരുന്നു. അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എം.ആർ. അജിത് കുമാറിനെതിരെ ഉയർന്ന ഗുരുതരമായ മൊഴികളാണ് ഈ അസാധാരണമായ നീക്കത്തിന് പിന്നിൽ. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് കേസ് ഡയറിയിൽ മാറ്റങ്ങൾ വരുത്താൻ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു പ്രധാന ആരോപണം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നിട്ടും കണ്ടിട്ടില്ല എന്ന് രേഖപ്പെടുത്താൻ അന്നത്തെ എഡിജിപി നിർബന്ധിച്ചുവെന്നും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചുവരുത്തി കേസ് ഡയറിയിൽ തിരുത്തലുകൾ വരുത്തിയെന്നും മൊഴികളിൽ പറയുന്നു. സത്യം എവിടെയാണെന്ന് കണ്ടെത്താനായിരുന്നു ബൈജു പൗലോസും സംഘവും ഓഫീസിലെ പഴയ CCTV ദൃശ്യങ്ങളും സന്ദർശക രജിസ്റ്ററുകളും വിശദമായി പരിശോധിക്കുകയും അവയുടെ പകർപ്പുകൾ ശേഖരിക്കുകയും ചെയ്തത്. ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന പോലീസ് ക്ലബിലും സംഘം പരിശോധന നടത്തി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് കരിങ്കൊടി കാണിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ അനിൽ കല്ലിയൂരും സുരക്ഷാ ജീവനക്കാരും മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമായിരുന്നു സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ജൂൺ 11-ന് 5 പേരും ചോദ്യം ചെയ്യലിന് SITക്ക് മുന്നിൽ ഹാജരായിരുന്നു. ഓരോരുത്തരെയും ഒറ്റയ്ക്കിരുത്തിയായിരുന്നു ചോദ്യം ചെയ്തത്. എം.ആർ. അജിത് കുമാറിന്റെ ഓഫീസിലെ ഗ്രേഡ് SIമാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവർ ചേർന്ന് കേസ് ഡയറി തിരുത്തിയെന്നായിരുന്നു ആരോപണം. പിന്നാലെ കേസിലെ രേഖകൾ തിരുത്താൻ താൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും കേസിൽ ഇടപെടാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമാണ് അജിത് കുമാർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അനൌദ്യോഗികമായി വിശദീകരണം നൽകിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ എം.ആർ. അജിത് കുമാർ കൃത്യമായ ഇടപെടൽ നടത്തിയെന്ന് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ തന്നെ SITക്ക് മൊഴി നൽകിയിരുന്നു. മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശം അവഗണിക്കപ്പെട്ടത് അജിത് കുമാറിന്റെ ഇടപെടൽ മൂലമാണെന്ന് അന്നത്തെ ഡിവൈഎസ്പിയും മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് SIT അന്വേഷണം ADGPയിലേക്കും നീണ്ടത്. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപായി അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചുവരുത്തി കേസ് ഡയറിയിൽ മാറ്റങ്ങൾ വരുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ലഭ്യമായിരുന്നിട്ടും അവ കണ്ടിട്ടില്ലെന്ന് രേഖപ്പെടുത്താൻ ADGP അജിത് കുമാർ സമ്മർദ്ദം ചെലുത്തിയെന്നും അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചിരുന്നു. ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് പ്രത്യേക അന്വേഷണ സംഘം ADGPയുടെ ഓഫീസിൽ കൃത്യമായ പരിശോധന നടത്തിയത്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു കഴിഞ്ഞു. അന്നത്തെ രജിസ്റ്ററും പരിശോധിച്ചു വരികയാണ്. കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയത്. നിർണായകമായ ചില തെളിവുകൾ തേടിയാണ് സംഘം എത്തിയത്. ഗുരുതരമായ ആരോപണങ്ങളാണ് അജിത് കുമാറിന് നേരെ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടെത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രമം.